നമസ്കാരം. ഏവർക്കും അർജുൻ ആൻഡ് അസോസിയേറ്റ്സിൻ്റെ വാസ്തുഭവനം എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു വീട് കുറച്ച് പ്രത്യേകതകൾ ഉള്ള ഒത്തിരി വലുപ്പമുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇത് ശരിക്കും നമുക്ക് ഗൃഹനിർമ്മാണത്തിൽ ഒരു ശൈലി, നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ശൈലി. അപ്പോൾ പല രീതിയിലുള്ള ശൈലികൾ നമുക്ക് ഗൃഹനിർമ്മാണത്തിൽ ഉണ്ട്. അത് കേരളീയ വാസ്തുവിദ്യ അനുസരിച്ചുള്ള കേരള സ്റ്റൈല്, അതോടൊപ്പം തന്നെ ഭാരതീയ വാസ്തുവിദ്യ അനുസരിച്ചിട്ടുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ ഓരോ സംസ്ഥാനത്തിന് അതിൻ്റേതായ ഒരു ശൈലിയുണ്ട്. അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളുടെ ആധിപത്യം ഉണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നതാണ്. പലപ്പോഴും നമുക്ക് അതിൻ്റെ ഒരു സ്വാധീനം നമ്മുടെ നിർമ്മാണ മേഖലയിലും കടന്നുകൂടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഒരു വളരെ ഗവേഷണകരമായിട്ടുള്ള എൻ്റെ പഠനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഈ ഓരോ ശൈലിക്കും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ അതിനെപ്പറ്റി നല്ല ഒരു ധാരണ നമുക്ക് ആ ചെയ്യുന്ന ആ ഡിസൈനർക്ക് അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാണത്തിന് ഏറ്റെടുത്തിരിക്കുന്ന ആളിന് ഉണ്ടാവണം എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചതിൻ്റെ അർത്ഥം. കാരണം ഇത് ഒരു കൊളോണിയൽ സ്റ്റൈലിൻ്റെ രീതിയിൽ ഞാൻ പൂർത്തിയാക്കിയ 2010 പൂർത്തിയാക്കിയ ഒരു വീടാണ്. ഇതിൻ്റെ ഹൗസ് ഓണർ എന്ന് പറഞ്ഞത് കസ്റ്റംസിലെ ഒരു കമ്മീഷണറായിരുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നിലവാരം അനുസരിച്ചിട്ട് ഒരു നല്ല വീട് പണിയണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി എന്നെ വന്ന് സമീപിക്കുകയും അതിൻ്റെ സ്ഥലം പോയി പരിശോധിച്ചത് മുതൽ അത് പൂർത്തിയാക്കി കൊടുക്കുന്നതിനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുകയും അത് ഏറ്റവും എന്ന് വെച്ചാൽ ഞാൻ ചെയ്തതിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള കൊളോണിയൽ സ്റ്റൈലിലുള്ള ഒരു നല്ല വീടാണ് ഞാൻ ഇതിനകത്ത് ഡിസൈൻ ചെയ്ത് പൂർത്തിയാക്കി കൊടുത്തിട്ടുള്ളത്. ഈ വീടിൻ്റെ വാസ്തു വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരുപാട് വിദേശ രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുമ്പോൾ ഓരോ പ്രദേശം, ഓരോ രാജ്യത്തിൻ്റെയും സാംസ്കാരികമായിട്ടുള്ള ഗൃഹനിർമ്മാണ ശൈലി, കെട്ടിട നിർമ്മാണം, ഇതൊക്കെ ഞാൻ വിലയിരുത്തുന്ന ഒരു വ്യക്തിയും കൂടെയാണ്. അങ്ങനെയാണ് ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ, ഞാൻ നേരത്തെ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളൂ, എൻ്റെ കയ്യിൽ കൂടി വരുന്ന ഒരു വീടിൻ്റെ പ്ലാന്, അതിൻ്റെ വീട് വയ്ക്കാനുള്ള ആളിൻ്റെ സാമ്പത്തികവും മറ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു നല്ല സൃഷ്ടി നമുക്ക് അതിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നമുക്ക് എപ്പോഴും തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു ഒരു അനുഗ്രഹമാണ്. കാരണം ഒരു നല്ല ക്ലയൻറ്റിനെ കിട്ടുമ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒരു നല്ല ഒരു ഗൃഹനിർമ്മാണം നടത്തുക. അപ്പോൾ അത് തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുള്ള ഓരോ അവസരവും ഞാൻ അതിൻ്റേതായ രീതിയിൽ തന്നെ വിനിയോഗിച്ചിട്ടുണ്ട്. അതിന് ഒരു ഉദാഹരണം കൂടിയാണ് ഈ വീട്. അപ്പോൾ ഞാൻ ഇത് ഒരു കൊളോണിയൽ സ്റ്റൈലെന്ന് പറയുമ്പോൾ നമുക്ക് പല സംസ്കാരങ്ങളും ഇന്ത്യയിലുണ്ട്, ഭാരതത്തിലുണ്ട്, വിദേശത്തുണ്ട്. അതിൽ ബ്രിട്ടീഷ് യൂറോപ്യൻ സ്റ്റൈല് എന്ന് പറയുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഒരു ഭാഗം, അത് ഇവിടെ നമ്മൾ കേരളത്തിലും അതിൻ്റെ ഒരുപാട് തന്നെ അവശേഷിപ്പുകൾ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാനും ഈ രാജ്യങ്ങളെല്ലാം സഞ്ചരിച്ചപ്പോൾ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കുകയും അതങ്ങനെ വരുന്ന ആ ഒരു രീതിയിലുള്ള താല്പര്യമുള്ള ഒരു ആൾ നമ്മളടുത്ത് വരികയാണെങ്കിൽ, ഒരു പ്ലാനും ഡിസൈനും കൺസ്ട്രക്ഷൻ ചെയ്യാൻ വരികയാണെങ്കിൽ അത് എങ്ങനെ നമുക്ക് നന്നായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുമെന്നുള്ളതിനും കൂടി ഒരു ഉദാഹരണമാണ് ഈ വീട്. ഇനി ഇതിൻ്റെ വാസ്തുവിലേക്ക് നമുക്ക് കടക്കാം. ഇതിൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ പ്ലോട്ട് ഏരിയ 23 സെൻറ്റാണ്. തിരുവനന്തപുരത്ത് തന്നെയാണ് ഈ വീട് ഉള്ളത്. വട്ടിയൂർക്കാവിനടുത്തുള്ള ഒരു സ്ഥലത്ത് ഒരു നല്ല വീട് തന്നെയാണിത്. ഇതിൻ്റെ എലിവേഷൻ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും. അതിനനുസരിച്ചിട്ടുള്ള ആ വീട്ടുടമസ്ഥൻ അല്ലെങ്കിൽ ആ വീടിൻ്റെ ഹൗസ് ഓണർ, അത് അവരുടെ താല്പര്യം കൂടെ മുൻനിർത്തി അവരുടേതായ രീതിയിലുള്ള ഒരു താല്പര്യവും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണവും പ്ലാനും കാര്യങ്ങളൊക്കെ പോയിരിക്കുന്നത്. അദ്ദേഹം എന്നെ വന്ന് കാണുകയും ഈ വീടിനെ പറ്റിയുള്ള ഒരു സുദീർഘമായിട്ടുള്ള ഒരു ചർച്ചയും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് 2-3 പ്ലാന് തന്നെ വരച്ചിട്ട് അദ്ദേഹത്തിൻ്റെ താല്പര്യം കൂടെ എൻ്റെ ഐഡിയ. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു കേരളീയ ശൈലി മാത്രമല്ല, കുറച്ച് കൊളോണിയൽ മോഡൽ സ്റ്റൈൽ, ഇത് 2010 ചെയ്ത ഒരു വീടാണ്. ആ വീട്ടിൻ്റെ ഒരു രീതി, അവരുടെ സൗകര്യങ്ങൾ, ഇതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടാണ് ഇങ്ങനൊരു വീടിന് നമ്മൾ പ്ലാൻ തയ്യാറാക്കി അതിൻ്റെ നിർമ്മാണത്തിലേക്ക് കടന്നിട്ടുള്ളത്. ഈ വീടിൻ്റെ ദർശനം വടക്കായിട്ടാണ് വരുന്നത്.
അപ്പോൾ അത് സിംഹയോനിയിലുള്ള കണക്കായിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ചുറ്റളവെന്ന് പറയുന്നത് 113 കോൽ ചുറ്റളവാണ് അതിൻ്റെ മെയിൻ ബിൽഡിങ്ങിൻ്റെ ചുറ്റളവായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. അതിൽ ദീർഘവിസ്താരം എന്ന് പറയുമ്പോൾ 32 കോൽ 6 അങ്കുലം ദീർഘവും 24 കോൽ 6 അങ്കുലം വിസ്താരവുമായിട്ടുള്ള ഒരു ചുറ്റളവാണ്. അപ്പോൾ അത് സെൻറ്റിമീറ്ററിൽ പറയുകയാണെങ്കിൽ 2322 സെൻറ്റിമീറ്ററും 1746 സെൻറ്റിമീറ്ററുമാണ് ദീർഘവിസ്താരം ആയിട്ട് വരുന്നത്. അങ്ങനെ 113 കോൽ ചുറ്റളവിലാണ് ഈ വീടിൻ്റെ മെയിൻ കണക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ പര്യന്ത ചുറ്റ അല്ലെങ്കിൽ ആരുടെ ചുറ്റോ എങ്ങനെ വേണമെങ്കിലും അത് പറയാം. ഇതിൽ ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കുന്ന, ഞാൻ കാണിച്ചിട്ട് ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ വീടുകളുടെയും വാസ്തുപരമായ കാര്യങ്ങൾ ഞാൻ സൂചന നൽകുന്നു പോകുന്നത് ഒരു വീടിൻ്റെ പ്ലാൻ വരയ്ക്കുന്നത് മുതൽ അതിൻ്റെ നിർമ്മാണം വരെ വാസ്തുവിദ്യ അനുസരിച്ചിട്ട് വാസ്തുശാസ്ത്ര പ്രകാരം കണക്കുകൾക്കുള്ള പ്രാധാന്യം, അതിൻ്റെ സ്ഥാനത്തിൻ്റെ പ്രാധാന്യം, ചുറ്റളവ്, അതോടൊപ്പം അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ഒരു നിർമ്മാണത്തിൽ ഒരു വീട് പണിയുമ്പോൾ അത് എങ്ങനെ നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ അത് പ്രയോജനപ്പെടുത്തി വരണം എന്നുള്ളതും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഓരോ വീട് കാണിക്കുമ്പോഴും ഇതിൻ്റെ ചുറ്റളവിനെ പറ്റിയും മുറികളുടെ കണക്കിനെ പറ്റിയും മധ്യസൂത്രത്തെ പറ്റിയും വീടിൻ്റെ സ്ഥാനത്തെ പറ്റിയും ഒക്കെ ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിലേക്ക് തന്നെ നമുക്ക് നോക്കുമ്പോൾ ഇത്തിരി വലിപ്പമുള്ള ഒരു വീടാണല്ലോ. അപ്പോൾ ആ വലിപ്പം അനുസരിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ 6650 സ്ക്വയർ ഫീറ്റാണ് ടോട്ടൽ ബിൽട്ടപ്പ് ഏരിയ അല്ലെങ്കിൽ പ്ലിന്ത് ഏരിയ എന്ന് പറഞ്ഞാൽ 6650 സ്ക്വയർ ഫീറ്റാണ്. ഗ്രൗണ്ട് ഫ്ലോറ് 3198 സ്ക്വയർ ഫീറ്റും ഫസ്റ്റ് ഫ്ലോറ് 3160 സ്ക്വയർ ഫീറ്റും ഉള്ള ഒരു ഏരിയയാണ്. അപ്പോൾ മൊത്തത്തിൽ 6650 സ്ക്വയർ ഫീറ്റാണ് ഈ വീടിൻ്റെ മൊത്തം പ്ലിന്ത് ഏരിയ അല്ലെങ്കിൽ അതിൻ്റെ ബിൽട്ടപ്പ് ഏരിയ. ഗ്രൗണ്ട് ഫ്ലോറിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ 3198 സ്ക്വയർ ഫീറ്റുള്ള ആ ഒരു സ്പേസിൽ ബെഡ്റൂം ഒരെണ്ണമാണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത്, മാസ്റ്റർ ബെഡ്റൂമായിട്ട്. അത് കറക്റ്റായിട്ട് തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്ക് അല്ലെങ്കിൽ നമുക്ക് വരുന്ന കന്നിമൂല എന്നൊക്കെ പറയപ്പെടുന്ന അതിൻ്റെ വാസ്തുശാസ്ത്ര പ്രകാരം ബെഡ്റൂമിന് ഏറ്റവും ഉത്തമമായ സ്ഥാനം അവിടെയാണ് ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ വാസ്തുപരമായ അളവ് പറയുകയാണെങ്കിൽ 6 കോൽ 6 അങ്കുലവും 7 കോൽ 6 അങ്കുലവും ആണ് അതിൻ്റെ മെയിൻ ബെഡ്റൂമിൻ്റെ ചുറ്റളവ് കൊടുത്തിരിക്കുന്നത്. അത് 522 × 450 സ്ക്വയർ സെൻറ്റിമീറ്ററാണ് അതിൻ്റെ ബെഡ്റൂമിൻ്റെ ചുറ്റളവ്. അതിനോടനുബന്ധിച്ച് ഒരു വിശാലമായിട്ടുള്ള ഒരു ടോയ്ലറ്റ് കാണിച്ചിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്ന മറ്റ് സ്പേസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റൂംസ് എന്ന് പറയുന്നത് ഏറ്റവും ഫ്രണ്ടിൽ നമ്മൾ വരുമ്പോൾ ഒരു സിറ്റ് ഔട്ടുണ്ട്. ആ സിറ്റ് ഔട്ട് നേരെ കയറുന്നതാണ് അതിൻ്റെ മെയിൻ ഡോറ്. ആ മെയിൻ ഡോറ് വാസ്തുപരമായിട്ട് നോക്കുകയാണെങ്കിൽ അതിൽ മംഗളപ്പലക ചിത്രപ്പണിയോട് കൂടിയ അതിമനോഹരമായിട്ടുള്ള ഒരു മെയിൻ ഡോറാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത് ഡോറ് തുറന്നകത്തോട്ട് കയറുമ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഡ്രോയിങ് ഹാളുണ്ട്. അത് ഇത്തിരി വലുപ്പമുള്ളതാണ്. 9 കോൽ 18 അങ്കുലവും 6 കോൽ 10 അങ്കുലവും ഉള്ള ഒരു സ്വീകരണ മുറി. അതാണ് വളരെ വിശേഷമായിട്ട് ഒരു ഫർണിഷിങ് ചെയ്തിട്ടുള്ള ഒരു സ്വീകരണ മുറിയാണ്. അതിലും നമുക്ക് നല്ല തേക്കും തടിയിൽ കടഞ്ഞെടുത്ത നല്ല രീതിയിലുള്ള 2 തൂണ് ആ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നേരെ കാണുന്ന ഈ സ്റ്റെയർ നമ്മൾ മെയിൻ ഡോറ് തുറന്ന് പോകുമ്പോൾ ഒരു ലെഫ്റ്റ് സൈഡിൽ ഒരു സ്റ്റെയർ മുകളിലേക്ക് പോകാനായിട്ട് കൊത്തുപണിയോട് കൂടിയ ഒരു സ്റ്റെയർ അതിനകത്തുണ്ട്. അത് കഴിഞ്ഞ് നേരെ കാണുന്ന ഒരു പോർഷൻ ലിവിങ് സ്പേസാണ്. ആ ലിവിങ് സ്പേസിൽ ഒരു സൈഡിൽ അതിൻ്റെ വലതുവശത്തായിട്ട് ഒരു ഡൈനിങ് റൂമുണ്ട്. അതും ഇതേപോലെ തന്നെ വുഡൻ പില്ലറൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ അതിനോടനുബന്ധിച്ച് വരുന്ന നമുക്കൊരു സ്ഥലം എന്ന് പറയുന്നത് പൂജാമുറിയും ആ വീടിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകതയുള്ള ഒരു ഭംഗിയുള്ള ഒരു സ്ഥലത്ത് അതിൻ്റെ പൂജാമുറിയിലെ ഒരു രീതിക്ക് അതിൻ്റെ ഡോറും അതിനകത്തുള്ള സൗകര്യങ്ങൾ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ
ഈ വീടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വാസ്തുപരമായിട്ട് നമുക്ക് 2-3 കാര്യങ്ങളൂടെ സൂചിപ്പിക്കാനുണ്ട്. ഒന്ന്, കിച്ചൺ. സാധാരണ കേരളത്തിൽ പൊതുവേ കിച്ചൺ വരുന്നത് വടക്ക് കിഴക്ക് ഭാഗത്തും തെക്ക് കിഴക്ക് ഭാഗത്തും ആണ്. അതേസമയം ചില സന്ദർഭങ്ങളിൽ നമുക്ക് വടക്ക് പടിഞ്ഞാറും കിച്ചൺ കൊടുക്കേണ്ടി വരും വായുകോണിൽ. ഇവിടെ ഞാൻ കിച്ചൻ്റെ സ്ഥാനം കണ്ടെത്തിയിരിക്കുന്നത് തെക്ക് കിഴക്കേ ഭാഗത്താണ്, അഗ്നി കോണിലാണ്. തമിഴ്നാട് പോലുള്ള രാജ്യങ്ങളിൽ സ്ഥലങ്ങളിൽ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കൂടുതലും കിച്ചൻ്റെ സ്ഥാനം തെക്ക് കിഴക്കേ ഭാഗത്താണ്, അഗ്നി കോണിലാണ്. കേരളത്തിൽ പൊതുവേ നമുക്ക് കിച്ചൻ്റെ സ്ഥാനം പറയുന്നത് വടക്ക് കിഴക്കാണ്. അതിന് കാരണമുണ്ട്. നമ്മളെ പടിഞ്ഞാറൻ കാറ്റ്, നമുക്കൊരു വർഷത്തിൽ 8 മാസത്തോളം പടിഞ്ഞാറൻ കാറ്റ് കിട്ടുന്നത് വടക്ക് ഈ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഇങ്ങനെ ആംഗിളിലാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വാസ്തുപരമായിട്ട് ഇനി ഒരു സമയത്ത് നമുക്ക് പറയാം. ഇത് അതിൻ്റെ സ്ഥാനം ഞാൻ സൂചിപ്പിക്കുന്നതേ ഉള്ളൂ. അവിടെ ഒരു കിച്ചണുണ്ട്. അത് കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്ത് തന്നെ ഒരു വർക്ക് ഏരിയ, ഒരു സെർവൻറ്റ് റൂം, ഒരു യൂട്ടിലിറ്റി സ്പേസ്, ഒത്തിരി വലുപ്പമുള്ള ഒരു സ്റ്റോർ റൂം. ഇത്രയാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് കാര്യമായിട്ടുള്ളത്. പിന്നെ ഏറ്റവും ഫ്രണ്ടിൽ വരുമ്പോൾ ഒരു ഓഫീസ്, അദ്ദേഹത്തിൻ്റെ ഒരു ലെവലിൽ വെച്ചും കൊണ്ട് ഒരു നല്ലൊരു ഓഫീസ് റൂം സെപ്പറേറ്റ് ആയിട്ട് ഏറ്റവും ഫ്രണ്ടിൽ കിച്ചൺ നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് ഇടതുവശത്തായിട്ട് കാണുന്നുണ്ട്. അതും വാസ്തുപരമായിട്ട് പറയുകയാണെങ്കിൽ 5 കോൽ 20 അംഗലവും 5 കോൽ 420 × 360 എന്നുള്ള ഒരു അളവിലാണ് ഓഫീസ് റൂം അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇത്രയാണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള പ്രധാനപ്പെട്ട വാസ്തു മെഷർമെൻറ്റ്സ്. ഇതിൻ്റെ വാസ്തുപരമായിട്ട് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു. അടുത്ത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ നമുക്ക് സ്റ്റെയർ കയറി വരുമ്പോൾ ആദ്യം ഒരു കോമൺ ലിവിങ് സ്പേസ് വരും. അവിടെ തന്നെ നമുക്ക് നമ്മൾ ഒരു സ്കൈലൈറ്റ് കിട്ടുന്നതിനുള്ള ഒരു ഓപ്പൺ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകൾ വശം നമ്മൾ നല്ല ഭംഗിയായിട്ട് ഗ്ലാസ്സൊക്കെ ഇട്ട് ഒരു ആകർഷണമായിട്ടുള്ള രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബെഡ്റൂമുകളെല്ലാം തന്നെ മുകളിലാണ് നന്നായിട്ട് ക്രമീകരിച്ചിട്ടുള്ളത്. കാരണം 4 ബെഡ്റൂമാണ് മുകളിൽ വരുന്നത്. അതിൽ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ മുകളിൽ തന്നെയാണ് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ പോർഷൻ്റെ മുകളിൽ തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിൽ നമ്മളത് കൊടുത്തിരിക്കുന്നത്. അതിൽ ഡ്രസ്സ് വിത്ത് ടോയ്ലറ്റ്, അതിനോട് തൊട്ടടുത്ത് ഒരു സൈഡിൽ ബാൽക്കണിയാണ്. ആ ബാൽക്കണിയിൽ നിന്ന് ഒരു കോമൺ ഒരു ബെഡ്റൂം, ഒരു ഗസ്റ്റിനൊക്കെ കൊടുക്കത്തക്ക രീതിയിൽ ഒരു ബെഡ്റൂം അവിടെ വരുന്നുണ്ട്. അതുകൂടാതെ അടുത്ത ബെഡ്റൂമും, അങ്ങനെ 4 ബെഡ്റൂമാണ് ടോട്ടലി ഇതിനകത്ത് ഉള്ളത്. 4 ബെഡ്റൂം പ്ലസ് ഒരു ഹോം തിയേറ്റർ. അതും വാസ്തുപരമായിട്ട് എല്ലാം കണക്കിലാണ്. 5 കോൽ 20, 5 കോൽ എന്നുള്ള ചുറ്റളവാണ് അത് ഇട്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാത്തിൻ്റെയും വാസ്തുപരമായി ഒരു മുറി പോലും തച്ചുശാസ്ത്ര വിധിപ്രകാരം അളവുകൾ കൊടുത്ത് തന്നെയാണ് ഈ വീട് പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പോർഷൻ പോലും നമ്മൾ അളവുകളില്ലാത്ത, ഇല്ലെങ്കിൽ തച്ചുശാസ്ത്ര വിധിപ്രകാരം അളവുകൾക്ക് പ്രാധാന്യം ഇല്ലാത്ത ഒരവസ്ഥയിൽ വീട് പണിതിട്ടില്ല. അപ്പോൾ ഒരു ചെറിയ വീടായാലും വലിയ വീടായാലും നമുക്ക് കണക്കുകൾ നോക്കി ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഞാനിതുകൊണ്ട് പറഞ്ഞത്. ഈ വീടിൻ്റെ ഔട്ട്സൈഡ് വ്യൂ നമ്മൾ പരിശോധിച്ചാൽ അതിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊളോണിയൽ സ്റ്റൈലിലുള്ള ഒരു വീട് എങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് അതിനെ ഭംഗിയാക്കി എടുക്കാൻ പറ്റുമെന്നുള്ളത് ഇതിൻ്റെ ഔട്ട്സൈഡ് വ്യൂ നോക്കിയാൽ മനസ്സിലാവും. ആ ഉള്ള സ്ഥലത്ത് അതിനെ നല്ല രീതിയിൽ നമുക്ക് അതിൻ്റെ വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട്. വീടിൻ്റെ ആധുനിക സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി ഇൻറ്റീരിയറിൻ്റെ ഒരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പൊതുവേ ഒരു വീട് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഭംഗി, കാരണം അത് ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണല്ലോ. അപ്പോൾ കൊളോണിയൽ സ്റ്റൈലിൽ നിന്നായാലും മോഡേൺ സ്റ്റൈലിൽ നിന്നായാലും കേരളീയ ശൈലി എന്നൊക്കെ പറയുമ്പോൾ അതിനോട് ഒന്നിനൊന്ന് അത് യോജിച്ച് വരണം. അപ്പോൾ ഇതിൻ്റെ കൊളോണിയൽ സ്റ്റൈലിൽ ഞാൻ പല രാജ്യങ്ങളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല രാജ്യങ്ങളിലും ഈ വർക്ക് ഇതിൻ്റെ സ്റ്റൈലുകൾ മനസ്സിലാക്കിയിട്ട് അത് പരമാവധി ഒരു നന്നായിട്ട് ചെയ്യത്തക്ക രീതിയിൽ ഡിസൈൻ അതിൻ്റെ എല്ലാ വർക്കുകളും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വാസ്തുപരമായിട്ട് ഞാൻ അതിൻ്റെ കിണറിൻ്റെ സ്ഥാനമായാലും ലാൻഡ്സ്കേപ്പിംഗ് ആയാലും എല്ലാം ഒരു ഭംഗിയായിട്ട് അതിനകത്ത് ഒരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ അതിൻ്റെ കാമ്പൗണ്ട് ഹാൾ മുതൽ മൊത്തം വീടിൻ്റെ പണി തീർക്കുന്നത് വരെയുള്ള
ഒരു ശ്രദ്ധ, എൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു ശ്രദ്ധ ഈ വീട്ടിനകത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഔട്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആദ്യം ശ്രദ്ധയിൽപ്പെടുന്നത് ഒരു കിണറാണ്. അതും ഒരു പ്രത്യേക രീതിയിൽ ഒരു മാറ്റം വരുത്തി അതിനെ നന്നായിട്ട് ഒരു കിണർ, വെറുതെ ഒരു കിണറല്ല, ആ വീടിനോട് ഒരു യോജിക്കുന്ന തരത്തിലുള്ള ഒരു ഇത് പാറ്റേൺ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ ചെന്ന് നോക്കുമ്പോൾ ഒരു കാർ പോർച്ച്, ആ കാർ പോർച്ചിൽ നിന്ന് കയറുമ്പോൾ അതിൻ്റെ സിറ്റ് ഔട്ട്, ആ സിറ്റ് ഔട്ടിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പാനലിംഗ് വർക്ക്, വുഡ് വർക്ക്, അത് ആ വുഡ് വർക്കിനോടനുബന്ധിച്ച് നല്ല ഒരു മെയിൻ ഡോറും, അത് പിന്നെ ഒരു ചാരുപടി ഒക്കെ നമ്മളതിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ, ഇത് 2010 ഞാൻ സൂചിപ്പിച്ചു, 2010 ഞാൻ പൂർത്തിയാക്കിയ വീടാണ്. ഇത് ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം തേക്കിൻ തടിയിലാണ്. അപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയറും അത്രയും റിച്ചായിട്ടാണ് നമ്മളതിനകത്ത് പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് ഓരോന്നായിട്ട് നോക്കിയാൽ ആദ്യം ഡ്രോയിങ് ഹാളിലും അതോടൊപ്പം അനുബന്ധിച്ച് ഡൈനിങ്ങും സ്റ്റെയർ, ഇതെല്ലാം തന്നെ ഈ കെട്ടിടത്തോടനുബന്ധിച്ച് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഇൻറ്റീരിയർ വർക്കും കൂടെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ എല്ലാ തരത്തിലും അതിൻ്റെ ലൈറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആയാലും പെയിൻറ്റിങ് ആയാലും അതിനെ ഒരു ആകർഷണം വരുന്ന രീതിയിൽ ഒരു നല്ല വീട് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇതിൻ്റെ ഇൻറ്റീരിയർ ഓരോന്നായിട്ട് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. അത് കിച്ചണായിരുന്നാലും ഓരോ പോർഷൻ, കിച്ചണും അങ്ങനെ തന്നെ, ഇതിനകത്തൊരു പാൻട്രി ഉണ്ട്, കിച്ചണുണ്ട്. അതിൻ്റെ കിച്ചണിൽ തന്നെ നമുക്ക് അന്നത്തെ രീതിയിൽ, ഞാൻ 2010 ഞാൻ പണിത വീടാണ്. അപ്പോൾ അന്നത്തെ രീതിയിൽ നല്ല രീതിയിൽ തേക്കും തടിയിൽ ചെയ്ത് അത് ഫിനിഷ് ചെയ്ത ഒരു വർക്കാണ്. അതിൻ്റെ സ്റ്റെയർ നോക്കിയാലും അതിൻ്റെ പ്രത്യേകത കാണാൻ പറ്റും. അതും നമ്മൾ ഒരു കാർവിങ് വർക്കിൻ്റെ ഒരു പ്രത്യേകത അതിനകത്ത് വരുന്നുണ്ട്. അതിനകത്ത് വരുന്ന പില്ലേഴ്സ് നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ പഴയ കാലത്തുള്ള കൊത്തുപണിയെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ അത് മോഡേൺ സ്റ്റൈലും കൂടെ കണക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡിസൈൻ വർക്കാണ്, ഇൻറ്റീരിയർ വർക്കാണ് ഞാനകത്ത് കാണിച്ചിരിക്കുന്നത്. അതോടൊപ്പം മുകളിൽ ഓരോ ബെഡ്റൂമിൻ്റെയും സൗകര്യങ്ങളും അങ്ങനെ തന്നെ, അതിനകത്ത് എല്ലാം തന്നെ മരം കൊണ്ട് തേക്കും തടിയിൽ അതിമനോഹരമായിട്ട് പോളിഷൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ഇന്നും വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഏറ്റവും നല്ല രീതിയിൽ, കാരണം ഈ വീടൊക്കെ നമുക്ക് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ആ വീട്ടിൽ താമസിക്കുന്നവരും അവരുടെ അനുഭവങ്ങളും ഒക്കെ വളരെ മെച്ചപ്പെട്ടതായതുകൊണ്ടാണ് നമുക്കിത് ഞാൻ ഈ വാസ്തുവിദ്യ ഇത്രത്തോളം ഞാൻ സ്നേഹിക്കുന്നത്. കാരണം നമ്മളൊരു പ്ലാന് വരച്ച് കൊടുത്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണക്ക് പറഞ്ഞിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. അപ്പോൾ കൃത്യമായിട്ട് ഇതുപോലെ ചെയ്യുന്ന അതിൻ്റെ അനുഭവം കൂടെ മനസ്സിലാക്കിയിട്ടാണ് ഈ വാസ്തുവിദ്യയെ നമുക്ക് എങ്ങനെ തന്നെ നല്ല രീതിയിൽ ജനങ്ങൾക്ക് പ്രയോജനം വരുന്ന രീതിയിൽ അത് ഉപയോഗപ്പെടുത്തണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഞാനിപ്പോൾ ഈ വീടുകളെ പറ്റിയുള്ള ഈ ഒരു വിവരണം യൂട്യൂബ് വഴി ഞാൻ തുടങ്ങിയത് ഇപ്പോൾ 3 മാസം ആകുന്നു. ഇനി ഇതുപോലുള്ള അനേകം വീടുകൾ ഞാൻ ചെയ്ത ചെറുതും വലുതുമായ അനേകം വീടുകൾ ഞാൻ ഇതിൽ കൂടി നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് താല്പര്യപ്പെടുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് കാണുകയും ഇത് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് അത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.